കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി തുടരുമ്പോഴും നിലപാടിലുറച്ച് താൽക്കാലിക വൈസ് ചാൻസലർ. രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി താൽക്കാലിക വി.സി നോട്ടീസ് നൽകി. അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ വി.സി മോഹൻ കുന്നുമ്മൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. എസ്.എഫ്.ഐ നാളെ സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ദിനും ഡിവൈഎഫ്ഐ സർവകലാശാല മാർച്ചിനും ആഹ്വാനം ചെയ്തു. ഭാരതാംബ ചിത്രവിവാദത്തിൽ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെതിരെ തുടർനീക്കം ശക്തമാക്കുകയാണ് താൽക്കാലിക വൈസ് ചാൻസലർ. കെ.എസ്. അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്നും രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിച്ചാൽ അച്ചടക്ക നടപടിയെടുക്കുമെന്നും സിസ തോമസ് നോട്ടീസ് നൽകി. കഴിഞ്ഞ ദിവസത്തെ എസ്.എഫ്.ഐ സമരത്തിൽ DGPക്കും വൈസ് ചാൻസലർ പരാതി നൽകി. അതേസമയം അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. നാളെ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലെത്തും. സിസ തോമസിന്റെ കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ ചുമതല ഇന്നലെ അവസാനിച്ചിരുന്നു. മോഹനൻ കുന്നുമ്മലിനെ സർവകലാശാലയിൽ തടയുമെന്നാണ് എസ്.എഫ്.ഐ പ്രഖ്യാപനം. നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാനും എസ്.എഫ്.ഐ ആഹ്വാനം ചെയ്തു. ഡിവൈഎഫ്ഐ നാളെ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തും. അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ എസ്.എഫ്.ഐ ഏറ്റെടുത്തത് എന്ന് അഭിമാനത്തോടെ പറയുകയാണ്. എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമരസഖാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി എസ്.എഫ്.ഐ പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുകയാണ്. സർവകലാശാലയിലെ സംഭവങ്ങൾ നിരീക്ഷിക്കുകയാണ് ഗവർണർ. കടുത്ത നടപടി സ്വീകരിച്ചാൽ കോടതിയിൽ തിരിച്ചടി നേരിടും എന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. ചുരുക്കത്തിൽ ദിവസങ്ങളായി തുടരുന്ന കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി ഇനിയും തുടരും. മീഡിയ 1 തിരുവനന്തപുരം.